കഥ പറയാം. രാജൻ എന്ന ഒരു യുവജന്മി 2 കുട്ടികളെ തട്ടിക്കൊണ്ടുവന്ന് അടിമകളാക്കി. ആ കുട്ടികളാണ് മനുവും കൂട്ടുകാരനും. അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച മനുവിൻ്റെ കൂട്ടുകാരനെ രാജൻ കൊന്നു. നരകിച്ച് ജീവിക്കുന്ന മനുവിനെ രക്ഷിക്കാൻ മരണപ്പെട്ട പയ്യൻ ആത്മാവായി തിരിച്ചു വരുന്നു. രാജനെ കൊന്ന് മനുവിനെ രക്ഷിച്ച ആ ആത്മാവാണ് എവരെയും ചോര നിറയും പക ശിവ ശിവ എൻ കഞ്ഞോ അവനാ എൻ കാവൽ അവനാ ശിവ ശിവ. ദൈവമേ, എന്നെ പിന്നെയും ഇവിടെ കൊണ്ടുവന്നല്ലോ. എടാ ശിവ, നീ എവിടാ? അതാരാ? എന്റെ കൂട്ടുകാരനാ. ഞാനാണ് ശിവ. എന്താ പറ്റിയേ? രാജൻ എന്നെ കൊന്നു, പക്ഷെ ദൈവം എനിക്ക് പുനർജന്മം തന്നു. രാജനെ കൊന്നത് ഞാൻ. രാജന്റെ അനിയനാ സിദ്ധാർത്ഥൻ. അവനെ കൊല്ലാതെ ഞാൻ ദേവാനി തിരുതുറ. എനിക്കുള്ളിൽ ഇനിയൊരുത്തനുണ്ട്. നിനക്കവനെ കാണണോടാ? നിന്റെ ചേട്ടൻ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചു. നീ അത് ചെയ്യാത്തോണ്ട് എനിക്ക് നിന്റെ കൂടെ ആദരവുണ്ട്. നീ കാരണം 17 കുട്ടികൾ മരണപ്പെട്ടു. വിദ്യാഭ്യാസം കച്ചവടമുണ്ട്. ഈ കുട്ടികളുടെ അവകാശമാണ്. ഞാൻ നിന്നെ കൊല്ലില്ല. നീ മരിക്കാത്ത വിശ്വാസം കോടതിയിലുണ്ട്. അവിടെ നിന്നെ ഞാൻ എത്തിക്കും. നീ ചെയ്ത കുറ്റങ്ങൾക്കെല്ലാം നീ ശിക്ഷ അനുഭവിക്കും. ഇനി ഒരു സിദ്ധാർത്ഥന് ഇവിടെ വാഴുകയില്ല. സിദ്ധാർത്ഥൻ മരിച്ചു. ഇനി നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാം. നിങ്ങളെ ഞാൻ അനാഥാലയത്തിലാക്കാം. അപ്പൊ നീയോ ശിവ? ശിവ എന്തി? സിദ്ധാർത്ഥനെ കോടതിയിലെത്തിച്ചതും അവനെതിരെയുള്ള ഓരോ തെളിവുകൾ ശേഖരിച്ചതും ഒരാത്മാവാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ശിവ എന്ന ഒരാത്മാവാണ് ഇതിനെല്ലാം കാരണക്കാരൻ. ശിവ അന്ന് ഇതേ സിദ്ധാർത്ഥന്റെ ചേട്ടനായ രാജൻ കൊന്ന ഒരു പാവ പയ്യൻ.
അവൻ മരണപ്പെട്ടു. അവനാണ് വീണ്ടും ആത്മാവായി എത്തിയിരിക്കുന്നത്. ഇന്ന് വിദ്യാർത്ഥികൾക്കും പിഞ്ച് കുഞ്ഞുങ്ങൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള ഓരോ ആക്രമണങ്ങൾക്കും എതിരെ അവൻ നിൽക്കുന്നു സാർ. ഇതുപോലെ നമ്മൾ നിൽക്കണം സാർ. ലോകത്തിലെ എല്ലാ കുറ്റകൃത്യങ്ങളെയും എതിർക്കാൻ ശക്തിയുള്ള സൈന്യമുള്ളൂ സാർ. അത് മറ്റൊന്നുമല്ല, പബ്ലിക്. താങ്ക്സ്. ശിവയ്ക്ക് ഏട്ടൻ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ രാജൻ ശിവയെ തട്ടിക്കൊണ്ടുപോയപ്പോൾ കൊന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അവന്റെ ഏട്ടൻ ഞാനാണ്. എന്താണ് നിന്റെ മുഖത്തൊരു വാട്ടം? ഒന്നുമില്ല. എന്നാ ഒന്ന് ചിരിച്ചൂടെ? ശിവയെ കണ്ടിട്ട് കുറെ നാളായി. എവിടാണെന്ന് പോലും അറിയില്ല. നമ്മളോട് പകയുള്ള ആരെങ്കിലും ആയിരിക്കും. മനു എന്ന് പറഞ്ഞ ശിവയുടെ കൂട്ടുകാരനല്ലേ? അപ്പം ശിവയ്ക്ക് വേണ്ടി ആയിരിക്കും. ശിവയ്ക്ക് വേണ്ടിയോ? ശിവ മനുവിനെ തട്ടിക്കൊണ്ടുപോയി സിദ്ധാർത്ഥന്റെ സ്ഥലത്തിലോട്ടാ. പക്ഷെ എനിക്ക് അവിടെ കയറാൻ കഴിയുന്നില്ല. ഏതോ മന്ത്രശക്തി എന്നെ തടയുന്നു. സിദ്ധാർത്ഥന്റെ സ്ഥലത്തല്ലേ? നീ വരണ്ട ശിവ, ഞാൻ ചേട്ടൻ നോക്കിക്കോളാം. അതെ ശിവ, ഞാനും ദേവനും കൂടെ പൊയ്ക്കോളാം. നീയാന്നോ ദേവേട്ടൻ? ഇപ്പഴാ ഒന്ന് കാണുന്നേ. നിന്നെ അണ്ണനെ ജയിലിലാക്കിയിട്ട് അങ്ങനെ വിലസി നടക്കണ്ട. നീ ഇവിടുന്ന് ജീവനോടെ പോകത്തില്ല. ധൈര്യം ഉണ്ടാവാടാ. അടിക്കുന്നതെല്ലാം പഴയ പുതിയ വേറെ ലെവലിൽ. ഇന്നലെ നീ ഞങ്ങളുടെ മിസ്സായതോ ദേവാ? അതൊക്കെ ഓടിക്കട്ടെ. ഇപ്പൊ എന്തിനാ ഇവനെ ഓടിക്കുന്നത്? അണ്ണന്റെ ആശുപത്രി അവിടെ ഉണ്ട്, അവയവം കിടത്താൻ ആൾക്കാരും. എന്താ മതിയോ? പെരിയുകയോ എൻ സ്വപ്നം പൊലിയുകയോ എൻ കണ്ണു മറയുകയോ എൻ മനമോ മായുകയോ എൻ ജീവനെ ഉപകാരങ്ങൾക്കെല്ലാം നന്ദി. ഇനി അവരെ 3 പേരെ നിങ്ങൾ കൊല്ലണം. ശരി ബോസ്. നീ മരിച്ചില്ലേ ദേവാ? ഞാൻ എന്നേ മരിച്ചതാ. നിങ്ങൾ എന്റെ വീട്ടിലോട്ട് പോയിക്കോ. പോയിക്കോ. ശിവ പൊടിപറത്തും നേരമായി കഥമാറും സമയമായി പരിചിതനോ
അപരനോ എതിർത്തവാങ്ങും തല്ല ശിവ 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 പൊടി പറത്തും നേരമായി കഥ മാറും സമയമായി പരിചിതനോ അപരനോ എതിർത്തവാങ്ങും തല്ല ശിവ 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 പാട്ടി തുടങ്ങി പൊടിപ്പാറി താണ്ഡവമാ ശിവതാണ്ഡവ സമയങ്ങൾ കൈ കൊടുത്ത് കൂടെ നിന്നോ തൊഴനായ കാക്കും നിന്നെ കവ ശിവ 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 കേട്ടോ ശിവയ്ക്ക് ഓട്ടത്തിന്റെ ഫസ്റ്റ് ഉണ്ട്. എടാ മനു നിനക്കൊന്നും ഇല്ലേ? എനിക്ക് കിട്ടി ഫസ്റ്റ് റൗണ്ടിലെ ലാസ്റ്റ്. എന്തുവാ? അന്ന് വെച്ചാലോ ആദ്യമേ പൊട്ടിപ്പോയത്. അവർ നിങ്ങളെ പിന്തുടരുന്നത്? ഇത്രയൊക്കെ ചെയ്തിട്ട് നീ എന്താ അവനെ ഒന്നും ചെയ്യാഞ്ഞത്? കാരണം എന്റെ ചേട്ടനായിപ്പോയി. നിന്നെ സ്വത്തിനു വേണ്ടി കൊല്ലാൻ ശ്രമിച്ചപ്പോഴേ നിന്റെ ചേട്ടൻ എന്ന സ്ഥാനം അയാൾക്ക് നഷ്ടമായി. ധർമ്മ അധർമ്മ പോരാട്ടങ്ങൾക്കൊടുവിൽ ധർമ്മത്തിനാണ് ജയം. ഇവിടെ ധർമ്മം കാക്കേണ്ടത് നീയാണ്. ശിവ നീ വന്നോ? നിന്നെ ഈ ലോകത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കും. രാജന്റെ ദുരാത്മാവ് നിന്നെ സംഹരിക്കും. നിന്റെ അവസാനമാണെങ്കിലും ഇല്ലെങ്കിലും ശരൺ നീ തീരും. വേണ്ട ശിവ വേണ്ട. എവരെയും ചോര നിറയും പക ശിവ ശിവ എൻ കഞ്ഞോ അവനാ എൻ കാവൽ അവനാ കാവലുക്കൻ ശിവ. ഞാൻ എന്റെ ഏട്ടനെ കൊന്നു. രാജന്റെ ആത്മാവ് തിരിച്ചു വരുമെന്ന് എന്റെ ചേട്ടൻ പറഞ്ഞു. അതിനെന്താ ശിവ, ഒരു വട്ടം നീ അവനെ കൊന്നു, ഇനി ഇവിടുന്ന് തന്നെ അവനെ പറിച്ചെറിയണം. നീ അവനെ സംഹരിക്കണം. സംഹാരമൂർത്തിയായ ശ്രീപരമേശ്വരൻ അതിന് നിന്നെ സഹായിക്കും. രാജന്റെ ആത്മാവിനെ സംഹരിക്കാൻ പോകുന്ന സംഹാരരുദ്രൻ നീയാണ്. നീ എന്നാ കൊല്ലുമല്ലേടാ? എന്റെ അനിയനെ ജയിലിൽ കയറ്റുമല്ലേടാ? നിന്നെ ഈ ലോകത്തെ നീ ഇപ്പൊ ഇല്ലാതാക്കാൻ എങ്ങനെയാണ് കാണിച്ചു തരാടാ? ശിവ നീ പോകരുത്. ശരീരം വെടിഞ്ഞ ആത്മാവിന് ഈ ഭൂമിയിൽ കഴിയാൻ അവകാശമില്ല. ഞാനിനി എവിടെ പോകും? നിന്നെ തേടി നല്ല മനസ്സുള്ള ഒരാൾ വരും. അയാൾ നിന്നെ വളർത്തും, ജീവിതത്തിൽ ഉയർത്തും. എന്ന ചോദ്യത്തിനല്ല ഇവിടെ പ്രസക്തി, എങ്ങനെ എന്ന ചോദ്യത്തിനാണ് ഇവിടെ ഉത്തരം വേണ്ടത്. ശിവ നീ പോകരുത്. ഇപ്പോൾ പോകുന്നു, പക്ഷെ ഞാൻ വിളിപ്പുറത്തുണ്ടാകും. മരണമില്ലാത്ത പ്രകൃതിയിൽ ജയിച്ച് ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും. ശിവ ശിവ നീ എവിടെ പോയി? ഞാൻ എപ്പോഴും നിന്റെ കൂടെ കാണും മനു. എൻ കണ്ണോ മറയുകയോ എൻ മനമോ മായുകയോ എൻ ജീവനെ എൻ ഉലകമേ എൻ ജീവനെ എൻ ഉലകമേ
ജീവിതം കണ്ണീർമയമായി എൻ ലോകം കണ്ണീർ കടലായി എൻ ലോകം മറയുകയോ എൻ ജീവിതം പിരിയുകയോ എൻ ലോകം മറയുകയോ എൻ ജീവിതം പിരിയുകയോ എൻ ലോകം കണ്ണീർ കണ്ട സ്വപ്നം കണ്ണീർ കവരുകയോ മണ്ണിൽ വന്ന ജീവൻ നമ്മോടലിയുകയോ എൻ ജീവനേ എൻ ഉലകമേ എൻ ജീവനേ എൻ ഉലകമേ ഇവനെ നിങ്ങൾ ഏറ്റെടുക്കാനുള്ള കാരണം എന്താണെന്ന് പറയാമോ? അതിന് കാരണം എൻ്റെ ഇളയ അനിയൻ. അപ്പോൾ മനുവിനെ കൂട്ട് നിങ്ങളാണല്ലേ? അല്ല, 2 ആത്മാക്കളാണ്. ഒന്ന് ശിവ, അപ്പൊ മറ്റൊന്ന് Giving the death on time. Never ever face the soul. Calm soul is the devil. Ready, steady, coming, AAA on the screen. Waiting for a young, sing 'em, hey, 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 hey. Hey, come in, yeah, come and say. Come in, the soul is back. Giving the death on time. Never ever face the soul. Come, soul is a devil.